പ്ലാൻ കൊടുക്കേണ്ടി വരും. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെല്ലാം കരുതിയിരിക്കുന്നത് ബിൽഡിംഗ് പ്ലാൻ എന്നുള്ളത് മാത്രമായിരിക്കും. അതിനെ സംബന്ധിച്ച് ഞാൻ ചില വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിൽഡിംഗ് പ്ലാൻ നമ്മൾ കൊടുക്കണം, റിവൈസ്ഡ് പ്ലാൻ കൊടുക്കണം, റെഗുലറൈസേഷൻ പ്ലാൻ കൊടുക്കണം, കംപ്ലീഷൻ പ്ലാൻ കൊടുക്കണം. ഇത് എല്ലാവരും കൊടുക്കണോ? അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇത് ആർക്കൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ ആവശ്യമായി വരും എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായും പറയുന്നത്. ബിൽഡിംഗ് പ്ലാൻ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പ് ബിൽഡിംഗ് പെർമിറ്റ് നമുക്ക് വേണം. ബിൽഡിംഗ് പെർമിറ്റ് തരുന്നത് ലോക്കൽ ബോഡികളാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എവിടെ വീട് വെക്കുന്നോ ആ പ്രദേശത്തെ ലോക്കൽ ബോഡിയാണ് നമുക്കിത് തരുന്നത്. സെക്രട്ടറിമാരാണ് സാധാരണ ഇതിന് എംപവേർഡ് ഒഫീഷ്യൽ എന്ന് പറയുന്നത്. അവരെയാണ് ഇതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ. അതിനുവേണ്ടി ബാക്കി കാര്യങ്ങൾ ചില എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെയൊക്കെ ചുമതലപ്പെടുത്തി പ്രത്യേകിച്ച് ബിൽഡിംഗ് സെക്ഷൻ ഉണ്ടെങ്കിലും ആധികാരികമായിട്ട് സെക്രട്ടറിയാണ് ബിൽഡിംഗ് പ്ലാൻ നൽകേണ്ട ഉദ്യോഗസ്ഥൻ. ഡെലിഗേഷൻ